Good morning. Today we can study about the close packing in solids. സോളിഡ്സിൻ്റെ അകത്തുള്ള ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ക്ലോസ് പാക്കിംഗ് ഇൻ സോളിഡ്സ് ആർ ഓഫ് 3 types. Close packing in 1 dimension, close packing in 2 dimension, and close packing in 3 dimension. This is the 1 dimension close packing, 2 dimension close packing, and this is 3 dimension close packing. This is 1 dimensional lattice or 1 dimensional close packing, and these two are 2 dimensional close packing, and this is a 3 dimensional close packing. Before we study the close packing in detail, we can study about the coordination number. Coordination number എന്ന് പറഞ്ഞാൽ the number of nearest neighbors or number of particles which are in direct contact. Number of nearest neighbors or the number of particles which are in direct contact. നമുക്ക് coordinate close packing in 1 dimension. 1 dimensional close packing എന്ന് പറഞ്ഞാൽ each particle or each sphere is in direct contact with 2 other spheres, or each particle is in direct contact with 2 other particles. Here the coordination number is 2. Since each particle is in contact with 2 other particles, the coordination number is 2. This can be arranged only in one way. ഇത് ആകെ ഒരു തരത്തിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എങ്ങനെ അറേഞ്ച് ചെയ്താലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇനി അടുത്തതാണ് ക്ലോസ് പാക്കിംഗ് ഇൻ 2 dimension എന്ന് പറയുന്നത്. 2 dimensional ക്ലോസ് പാക്കിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആൻഡ് അതർ വൺ ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഫസ്റ്റ് വൺ ആണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. ഇത് നമ്മൾ സാധാരണ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കാനായിട്ട് ബോൾ വാങ്ങുമ്പോൾ ആ പാക്കറ്റിൻ്റെ അകത്ത് ഇതുപോലെയാണ് അറേഞ്ച് ചെയ്യാറുള്ളത്. ഇവിടെ ഫസ്റ്റ് റോ അറേഞ്ച് ചെയ്തു, അതിൻ്റെ ജസ്റ്റ് എബവ് ആണ് സെക്കൻഡ് റോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പാർട്ടിക്കിൾസ് ഓഫ് ദി സെക്കൻഡ് റോ ആർ അറേഞ്ച് എക്സാക്ട്ലി എബവ് ദോസ് ഓഫ് ദി ഫസ്റ്റ് ലെയർ. ഇത് വെർട്ടിക്കൽ അലൈൻഡ് ആണ്, ഹൊറിസോണ്ടൽ അലൈൻഡ് ആണ്. ഇവിടെ ഫസ്റ്റ് ലെയർ എ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെയറും എ തന്നെയാണ്, തേർഡ് ലെയറും എ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്നത് എ ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. ഇവിടെ കോർഡിനേഷൻ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഫിയർ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് 4 സ്ഫിയേഴ്സിനോടാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റ് വരുന്നത് 4 പാർട്ടിക്കിളിനോടാണ്. അതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 എന്ന് പറയാം. ഇവിടെ ഓരോന്നിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്താൽ ഒരു സ്ക്വയർ ഫോം ചെയ്യും. അതുകൊണ്ട് ഈ ക്ലോസ് പാക്കിങ്ങിനെ പറയുന്നതാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു 2 dimensional ക്ലോസ് പാക്കിംഗ് ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് റോ അറേഞ്ച് ചെയ്തു. ഈ ഫസ്റ്റ് റോ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഡിപ്രഷനിലോട്ടാണ് സെക്കൻഡ് റോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് റോ ഈസ് അറേഞ്ച് ആൻഡ് ദ സെക്കൻഡ് റോ ഈസ് അറേഞ്ച് ഇൻ ദി ഡിപ്രഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫസ്റ്റ് ലെയർ. ഇനി തേർഡ് റോ എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെ തന്നെ റെപ്പറ്റീഷനാണ്. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെ തന്നെ റെപ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് എ എന്ന് പറഞ്ഞാൽ ഇത് ബി, ഇത് എ, ഇത് ബി, അതുപോലെ എ ബി ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇവിടെ ഒരു പാർട്ടിക്കിൾ നമ്മൾ നോക്കിയാൽ, ഈ ഒരു പാർട്ടിക്കിൾ നോക്കിയാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നത് 6 പാർട്ടിക്കിൾസ് ഉണ്ട്. 6 അതർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ 6 അതർ സ്ഫിയേഴ്സ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ഈ 6 എണ്ണത്തിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്താൽ നമുക്കവിടെ ഒരു ഹെക്സഗൺ ഫോം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ക്ലോസ് പാക്കിങ്ങിനെ പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇത് 2 dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഫസ്റ്റ് ലെയർ ഈസ് അറേഞ്ച് ആൻഡ് ദ സെക്കൻഡ് ലെയർ ഈസ് അറേഞ്ച് ഇൻ ദി ഡിപ്രഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫസ്റ്റ് ലെയർ. So we get AB type of arrangement. Here coordination number is 6. This is only a 2 dimensional close packing. അപ്പോൾ 2 dimensional close packing നമ്മൾ പറഞ്ഞു, 2 എണ്ണം പറഞ്ഞു. That is square close packing and
hexagonal close packing. Square close packing എന്ന് പറഞ്ഞാൽ A type of close packing. Here the coordination number is 4. That is, each particle is in direct contact with 4 other particles. In hexagonal close packing, it is AB type of close packing. Each particle is in direct contact with 6 other particles. So here the coordination number is 6. ഇനി നമ്മൾ 3-dimensional പാക്കിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് വോയിഡ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പാർട്ടിക്കിൾസ് ഇതേപോലെ അറേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ എല്ലാം വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസസ് വന്നു. ഈ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസസ് അല്ലെങ്കിൽ ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്. ഈ വേക്കൻറ്റ് സ്പേസസ് അല്ലെങ്കിൽ ഗ്യാപ്പിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്. വോയിഡ്സ് എന്ന് പറഞ്ഞാൽ വേക്കൻറ്റ് സ്പേസസ് ബിറ്റ്വീൻ ദി സ്ഫിയേഴ്സ്. ഈ വോയിഡ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ടെട്രാഹെഡ്രൽ വോയിഡും ഉണ്ട്, ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ട്. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് സറൗണ്ടഡ് ബൈ 4 അതർ സ്ഫിയേഴ്സ്. 4 സ്ഫിയേഴ്സിൻ്റെ ഇടയിൽ ഈ 4 സ്ഫിയേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തു, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വോയിഡിനെയാണ് നമ്മൾ ഈ 4 സ്ഫിയേഴ്സ് അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു വോയിഡിനെയാണ് നമ്മൾ ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് ബിറ്റ്വീൻ 6 അതർ സ്ഫിയേഴ്സ്. ഇവിടെ ഒരു 3 സ്ഫിയർ അറേഞ്ച് ചെയ്തു, അതിൻ്റെ താഴത്തെ ലെയറിൽ ഒരു 3 സ്ഫിയർ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു വോയിഡിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ വോയിഡ് സറൗണ്ടഡ് ബൈ 4 പാർട്ടിക്കിൾ. ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ് മീൻസ് വോയിഡ് സറൗണ്ടഡ് ബൈ 6 പാർട്ടിക്കിൾസ്. ഇതാണ് ടെട്രാഹെഡ്രൽ വോയിഡ്, വോയിഡ് സറൗണ്ടഡ് ബൈ 4 സ്ഫിയർ അല്ലെങ്കിൽ 4 പാർട്ടിക്കിൾ. ഇത് ഒക്ടാഹെഡ്രൽ വോയിഡ്, വോയിഡ് സറൗണ്ടഡ് ബൈ 6 പാർട്ടിക്കിൾ അല്ലെങ്കിൽ 6 സ്ഫിയേഴ്സ് എന്ന് പറയുന്നത്. ഇതിനാണ് ടെട്രാഹെഡ്രൽ വോയിഡ്, ഇത് ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയും. ഈ വോയിഡിനെ തന്നെ പറയുന്നതാണ് ഹോൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3-dimensional ക്ലോസ് പാക്കിങ്ങിലോട്ട് പോവാം. ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension. ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension 2 ടൈപ്പ് ഉണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആൻഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ക്ലോസ് പാക്കിംഗ് ഇൻ 3 dimension 2 ടൈപ്പ് ഉണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആൻഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഫസ്റ്റ് വൺ ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. നമ്മൾ ആദ്യത്തെ ലെയർ അറേഞ്ച് ചെയ്തു. 3 dimension ആണ്. ഇത് ലെങ്ത് വൈസ്, ബ്രെഡ്ത്ത് വൈസ്, ഇനി ഹൈറ്റ് വൈസ് കൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യണം. ഇവിടെ നമ്മൾ 3-dimensional പാക്കിങ്ങിൽ എല്ലാത്തിലും ഫസ്റ്റ് ലെയർ അറേഞ്ച് ചെയ്യുന്നത് ഒരേപോലെ തന്നെയാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ലെയർ ഈസ് അറേഞ്ച് ആസ് ഇൻ എ 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് വിത്ത് കോർഡിനേഷൻ നമ്പർ 6. ഇവിടെ കോർഡിനേഷൻ നമ്പർ ഒരു ലെയറിൽ തന്നെ 6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിനെ പോലെ ഫസ്റ്റ് ലെയർ അറേഞ്ച് ചെയ്തു. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ഇവിടെ ഫസ്റ്റ് ലെയർ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ 2 ടൈപ്പ് ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊരു ഗ്യാപ്പ് പോയിൻറ്റിങ് അപ്വേർഡ് ആണ്, ഇവിടെ ഒരു ഗ്യാപ്പ് പോയിൻറ്റിങ് ഡൗൺവേർഡ് ആണ്. അപ്പോൾ 2 ടൈപ്പ് ഗ്യാപ്പ് അല്ലെങ്കിൽ 2 ടൈപ്പ് വോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വോയിഡ്സ് പോയിൻറ്റിങ് അപ്വേർഡ് ആൻഡ് വോയിഡ്സ് പോയിൻറ്റിങ് ഡൗൺവേർഡ്. ഇനി ഒരു പാർട്ടിക്കിൾ വെക്കുമ്പോൾ നമ്മൾ വോയിഡ് പോയിൻറ്റിങ് അപ്വേർഡിൽ വെച്ചാൽ നമുക്ക് ഡൗൺവേർഡിൽ വെക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ അറേഞ്ച് ചെയ്യുന്നത്, second layer is arranged by placing the spheres in the void pointing upward. upward ഉള്ള വോയിഡിൽ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചു. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ലെയർ കിട്ടി. അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ എ ലെയർ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ലെയർ കിട്ടി അതിന് നമ്മൾ ബി ലെയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലെയർ ഈസ് അറേഞ്ച് ആസ് ഇൻ എ 2-dimensional hexagonal close packing with coordination number 6. The second layer is arranged in the void pointing upward. So we get the സെക്കൻഡ് ലെയർ. ഈ 2 ലെയർ അറേഞ്ച് ചെയ്തപ്പോൾ അവിടെ 2 ടൈപ്പ് വോയിഡ്സ് ഡെവലപ്പ് ചെയ്തു. ആ 2 ടൈപ്പ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ വോയിഡ് ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഈ ഒരു വോയിഡിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണുന്ന അതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു വോയിഡിനെയാണ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ലെയർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ വോയിഡിലാണെങ്കിൽ ഫസ്റ്റ് ലെയറിൻ്റെ അത് തന്നെ റെപ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ അകത്ത് the third layer is arranged in the tetrahedral voids of the second layer. Second layer ന്റെ tetrahedral voids ലാണ് third layer നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. So we get the repetition as the first layer. So AB type of arrangement. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 3-dimensional ക്ലോസ് പാക്കിങ്ങിൻ്റെ അകത്ത് third layer is placed in the tetrahedral void. This produces a layer similar to that of the first layer. So we get
AB type of arrangement. This type of close packing is called hexagonal close packing. The 3-dimensional hexagonal close packing. ഇതാണ് നമ്മൾ 3-dimensionally 2 ലെയർ എല്ലാം പാക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു സ്ട്രക്ചർ. ഇതാണ് AB ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓർ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഒന്നും കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് പറഞ്ഞാൽ hexagonal close packing, that is 3-dimensional hexagonal close packing. First layer is arranged as in a 2-dimensional hexagonal close packing with the coordination number 6. Second layer is placed in the depressions produced by the first layer. This produces tetrahedral voids and octahedral voids. If the third layer is placed in the tetrahedral void, it is exactly above those of the first layer. It forms AB type of arrangement, and this is called hexagonal close packing. Here 74% of the space is filled and its coordination number is 12. നമുക്കറിയാം ഒരു ലെയറിൽ 6 ടച്ച് ചെയ്തിട്ടുണ്ട്, മുകളിൽ ഒരു 3 കൂടി വരും, താഴെ ഒരു 3 കൂടി വരും. സോ ദ കോർഡിനേഷൻ നമ്പർ ഈസ് 12. ഇതാണ് 2 ടൈപ്പ് വോയിഡ്സ്. ടെട്രാഹെഡ്രൽ വോയിഡ്, ഈ 3 സ്ഫിയറിൻ്റെ മുകളിൽ അടുത്തൊരു സ്ഫിയറും കൂടെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പാണ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഇത് 6 സ്ഫിയേഴ്സിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഇനി 3-dimensional ക്ലോസ് പാക്കിംഗ് രണ്ടാമത്തേതാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ലെയർ ഈസ് അറേഞ്ച് ആസ് ഇൻ എ 2-dimensional hexagonal close packing with the coordination number 6. Second layer is arranged in the void pointing upward. Second layer നമ്മൾ void pointing upwards വെച്ചു. അപ്പോൾ നമുക്കറിയാം 2 ടൈപ്പ് വോയിഡ്സ് ഉണ്ടാവും. ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും, ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും. ഇത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ്. സോ ദ തേർഡ് ലെയർ ഈസ് അറേഞ്ച് ഇൻ ദി octahedral voids of the second layer. This produces the third layer, that is the ABC. Then fourth is a repetition of the first layer, fifth is a repetition of the second layer, and sixth is a repetition of the third layer. So we get ABC type of arrangement. This is called cubic close packing. This is the cubic close packed structure. First layer, second layer and the third layer. Consolidate ചെയ്ത് പറഞ്ഞാൽ this first layer is arranged as in a 2-dimensional hexagonal close packing with the coordination number 6. This produces 2 types of holes, one pointing upward and the other pointing downward. Second layer is placed in the voids pointing upward. This produces 2 types of voids, tetrahedral void and octahedral void. The third layer is placed in the octahedral void. So we get ABC type of arrangement. This is called cubic close packing. Here also 74% space is filled and the coordination number is 12. This is a 3-layer packing, that is AB type of close packing, that is hexagonal close packing, and ABC type of packing, that is cubic close packing. ഇതാണ് ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലെയർ എ, ലെയർ ബി, ലെയർ സി വരുമ്പോൾ അത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആവും. എയും ബിയും മാത്രം വന്നാൽ അത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആവും. This is the hexagonal close packing AB type of arrangement. This is the cubic close packing ABC type of close packing. This is hexagonal and this is cubic close packing. നമുക്കൊന്നുകൂടി പറയാം. 3-dimensional close packing 2 type ഉണ്ട്. Hexagonal close packing and cubic close packing. In a hexagonal close packing, first layer is arranged as in a 2-dimensional hexagonal close packing with the coordination number 6. The second layer is arranged in the void pointing upward. This produces 2 types of voids, tetrahedral and octahedral void. The third layer is arranged in the tetrahedral void. So this is a repetition of the first layer. So we get AB type of arrangement. This is called hexagonal close packing. That is 3-dimensional hexagonal close packing. In 3-dimensional cubic close packing, first layer is arranged as in a 2-dimensional hexagonal close packing with the coordination number 6. The second layer is arranged in the void pointing upward. This produces 2 types of voids, octahedral void and tetrahedral void.
The third layer is placed in the octahedral voids of the second layer. This produces a third layer, that is a C layer. So we get ABC type of arrangement. This type of arrangement is called three-dimensional cubic close packing. In both the three-dimensional close packing, the coordination number is 12. Hope all of you have understood. Thank you.